സൂറത്തുൽ അഹ്സാബ് 37. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تقول للذي أنعم الله عليه وأنعمت عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പ്രസിദ്ധമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ ഒരു പുതിയ നിയമം ജാഹിലിയ കാലം മുതൽ അറബികൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു ആചാരം തകർത്തുകൊണ്ട് ഒരു സുന്നത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്ന ആയത്താണ് ഇന്ന് പഠിക്കാനുള്ളത്. വലിയ ഒരു ചരിത്ര സംഭവം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൺമക്കൾ കാര്യമായി ഉണ്ടായിട്ടില്ല. 2-3 ആൺമക്കൾ ഉണ്ടായിരുന്നു. അബ്ദുള്ള, അതുപോലെ ഖാസിം, ഇബ്രാഹിം. അബ്ദുള്ള, അത്വയ്യിബ്, ത്വാഹിർ എന്നൊക്കെ പേരിലുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഖാസിം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അത് രണ്ടും നബിയുടെ പ്രവാചകത്വത്തിൻ്റെ മുമ്പാണ്. അതിനിടയ്ക്ക് തന്നെ മരിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് തന്നെ. പിന്നീട് മദീനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന ഒരു കുട്ടി ജനിച്ചു. അത് മരിയത്തുൽ ഖിബ്തിയ്യ എന്ന പ്രവാചകൻ്റെ അടിമയിൽ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു ഇബ്രാഹിം. ആ കുട്ടിയും ഒരു 1.5 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന് ആൺമക്കളില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ നബിക്ക് ഒരു വൃത്യപ്പണി ചെയ്യാനും നബിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടി ഖദീജയുടെ അടുത്തുണ്ടായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസത്ത് ആയിരുന്നു ആ കുട്ടിയുടെ യഥാർത്ഥ. ഹാരിസത്തിൻ്റെ മകൻ സെയ്ദാണ്. ആ സെയ്ദ് എന്ന കുട്ടിയെ നബിക്ക് ഖദീജ അടിമയായിട്ട് കൊടുത്തു. അടിമകളെ വിൽക്കുകയും വാങ്ങുകയും കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായം അന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത്
സെയ്ദ് എന്ന കുട്ടിയെ ഖദീജ ഭർത്താവിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കൊടുത്തു. സെയ്ദ് നബിയുടെ കൂടെ എല്ലാ സമയത്തും കഴിഞ്ഞുകൂടിയത് കൊണ്ട് നബി ഏതായാലും കുട്ടികളില്ലല്ലോ, അപ്പോൾ എല്ലാ കാര്യത്തിനും സെയ്ദ് എന്ന ആൺകുട്ടിയെ വിളിച്ച് സെയ്ദിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് നബിയെ ആളുകൾ, അവിടെ ഖുറൈശികൾ മുസ്ലിങ്ങളും അല്ലാത്തവരും സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെയ്ദിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. കാരണം ഒന്ന്, ഏതോ മരുഭൂമിയിൽ നിന്ന് ഹാരിസത്ത് പിതാവിനൊക്കെ വേർപിരിച്ച് മാതാവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റേതായ ആ സങ്കടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു അനാഥയായി വളർന്നതാണല്ലോ ചെറുപ്പകാലം മുതൽ തന്നെ, ഉമ്മയും ബാപ്പയും ഇല്ലാതെ. അപ്പോൾ ഒരു അനാഥക്കുട്ടിയോടുള്ള ദയ നബിയെ എപ്പോഴും അലട്ടിയിട്ടുണ്ടായിരുന്നു. അന ഒക്കാഫിലുൽ യതീമി ഹാക്കഥ, ഞാനും യതീം മക്കളെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ്. അതായത് ചൂണ്ടുവിരലും നടുവിരലും പോലെ അത്ര അടുത്താണ് ഞങ്ങളുടെ ബന്ധം എന്നൊക്കെ നബി പറയാറുണ്ട്. ആ നിലക്ക് സെയ്ദിനെ നബി നന്നായി സംരക്ഷിച്ചു, സ്നേഹിച്ചു. ഹിബ്ബു റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ ഹിബ്ബ്, റസൂലുള്ളാഹിൻ്റെ ഇഷ്ടഭാജനം എന്നാണ് മക്കക്കാർ സെയ്ദിനെ വിളിച്ചിരുന്നത്, ഹിബ്ബു റസൂലില്ല. എന്നിട്ട് സെയ്ദിന് പിന്നീട് വിവാഹം ചെയ്തൊരു കുട്ടി ഉണ്ടായപ്പോൾ, ആ കുട്ടിയെ ഉമ്മൈമന്നെ വിവാഹം ചെയ്ത് കുട്ടി ഉണ്ടായപ്പോൾ ഉസാമ എന്ന് പേരിട്ട സെയ്ദിൻ്റെ കുട്ടിയെ അന്ന് ഖുറൈശികൾ വിളിച്ചിരുന്നത് ഹിബ്ബി റസൂലില്ലാണ്, നബിൻ്റെ ഇഷ്ടഭാജനത്തിൻ്റെ ഇഷ്ടഭാജനം എന്നാണ്. അത്രമാത്രം സെയ്ദിനെയും കുടുംബത്തിനും നബി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം കണ്ടപ്പോൾ ആളുകൾ അന്നത്തെ ഒരു ആചാരപ്രകാരം നബി ദത്തെടുത്ത കുട്ടിയായതുകൊണ്ട് നബിയെ നബിയുടെ പേര് ബാപ്പയായി സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു. അങ്ങനെ നിലനിൽക്കുകയാണ്. സെയ്ദ് ബിൻ മുഹമ്മദാണ് സെയ്ദ് എന്ന് പറയുന്ന കുട്ടി. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. സെയ്ദ് കുട്ടിയായിരുന്ന കാലത്ത് മക്കയിലേക്ക് സെയ്ദിൻ്റെ പഴയകാലത്ത് ചെറുപ്പക്കുട്ടിയായിരുന്ന കാലത്ത് പിടിച്ചോടുന്നതാണല്ലോ. സെയ്ദ് കുറേ മുതിർന്ന് വലുതായി. സെയ്ദിൻ്റെ കുടുംബങ്ങൾ, ബനു ഹാരിസ കുടുംബം, മരുഭൂമിയിലുള്ള ബതുക്കൾ ഹജ്ജിന് വന്നപ്പോൾ സെയ്ദ് എന്ന കുട്ടിയെ കാണുകയാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, മരുഭൂമിയിൽ നിന്ന് കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നവർക്കറിയാം. അങ്ങനെ അവർ മക്കത്ത് ഹജ്ജിന് വന്ന് തവാഫ് ചെയ്ത് അവർ കർമ്മങ്ങൾ നടത്തിക്കൊണ്ട്, ജാഹിലിയ കാലമാണ്, ഇസ്ലാമിൻ്റെ കാലമല്ല, നടത്തിക്കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടിയെ കണ്ടുമുട്ടി. അപ്പോൾ ഈ കുട്ടിയുടെ മുഖലക്ഷണം നോക്കിയിട്ട് അവർ ഇത് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് എന്ന് കണ്ടെത്തി. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഉമ്മയും ബാപ്പയൊന്നും എനിക്കറിയില്ല. ഉമ്മാൻ്റെ ഒപ്പം അഴമാമ്, അതായത് പിതൃവ്യന്മാരെ വീട്ടിലേക്ക് മരുഭൂമിയിൽ കൂടി ഉമ്മയും ഞാനും കൂടി പോകുമ്പോൾ എന്നെ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പം എനിക്ക് നല്ല സുഖമാണ്. ഞാനൊരു സ്ത്രീയുടെ, ഖദീജ എന്ന സ്ത്രീയുടെ സംരക്ഷണയിലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മുഹമ്മദ് എന്ന പ്രവാചകനായിട്ടില്ല അന്ന്, മുഹമ്മദ് എന്നൊരാളുടെ സംരക്ഷണയിലാണ്, എനിക്ക് സുഖമാണ് എന്ന് കുട്ടി പറഞ്ഞു. ഈ ബനു ഹാരിസ ഈ വിഷയം സെയ്ദിൻ്റെ കുടുംബത്തിനെ അറിയിച്ചു. അപ്പോൾ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യമായി. അവർ സെയ്ദിനെ തിരഞ്ഞു വന്നു. അങ്ങനെ കണ്ടെത്തി, പരസ്പരം ബന്ധപ്പെട്ടു, നല്ല ആ സ്നേഹം, പഴയ ഓർമ്മകൾ പുതുക്കി. എന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുഹമ്മദിനോട് ചോദിച്ചു. മുഹമ്മദിൻ്റെ മകനാണല്ലോ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഓനോട് ചോദിച്ചു നോക്കിക്കാളെ, മോനോട് ചോദിച്ചു നോക്കിയിട്ട് നിങ്ങൾ പോരുകയാണെങ്കിൽ പോന്നോട്ടെ, അതല്ല ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, ഞാൻ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നില്ല, ഉമ്മയും ഉപ്പയൊക്കെ കണ്ട് വന്നോട്ടെ, ഞങ്ങൾക്ക് അവർ ഹജ്ജിന് വരുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് കുടുംബങ്ങളൊക്കെ കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണെന്നും പറഞ്ഞ് നബിയെ തിരഞ്ഞെടുത്തു, നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളാലും സെയ്ദ് ബിൻ മുഹമ്മദിൻ്റെ മോൻ തന്നെയാണ് സെയ്ദ് എന്ന് അവർ വിളിച്ചിരുന്നു.
ആ സമ്പ്രദായം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ദത്തെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം അവരുടെ ജീവിതത്തിനോടും പാരമ്പര്യത്തിനോടും ചേർന്നതായതുകൊണ്ട് ഇത് പൊളിച്ചടക്കാൻ ഈ ഒരു ആചാരം, അതായത് ഇത് കുടുംബബന്ധത്തിനെ വല്ലാതെ തകർക്കും. ഓരോരുത്തരെ ദത്തെടുത്ത് പിന്നെ ഇവൻ്റെ മോനാന്നും പറഞ്ഞ് പിന്നെ ആ മക്കളുടെ പാരമ്പര്യത്തിലാവുമല്ലോ ഒരു യഥാർത്ഥ കുടുംബബന്ധം തകരുമല്ലോ. അപ്പോൾ അത് തകരണം എന്നാണ് അള്ളാഹു തീരുമാനിച്ചത്. കുടുംബബന്ധം നിലനിൽക്കണം. ഏതെങ്കിലും ഒരാളെ പേരിൽ ഈ ഒരു മനുഷ്യൻ അറിയപ്പെടാൻ പാടില്ല. ഉദോഹും ലി ആബായിയും, നിങ്ങൾ ബാപ്പാൻ്റെ പേരിൽ വിളിച്ചോളി കുട്ടികളെ, അന്യരുടെ പേരിട്ട് വിളിക്കരുത്. കാരണം മഖാസിദു ശരിയത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ് കുടുംബബന്ധം, ശരിയായ കുടുംബബന്ധം ഉണ്ടാവണം എന്ന്. അതുകൊണ്ടാണ് വിവാഹബന്ധം 2-4 ഭാര്യമാരെ വരെ ഒരാൾക്കാവാം. പക്ഷെ ഒരു പെണ്ണിന് 2 ഭർത്താവ് ഉണ്ടാകാൻ പാടില്ല. ജാഹിലിയ കാലത്ത് അവരുടെ വിവാഹം ഒരു സ്ത്രീ ഒരുപാട് ഭർത്താക്കന്മാരുമായി ജീവിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് അവരുടെ വിവാഹം അങ്ങനെയായിരുന്നു. ഒരു സ്ത്രീ പല പുരുഷന്മാരുമായിട്ടും ഭർത്താവായിട്ട് ബന്ധപ്പെടും. എന്നിട്ട് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീ നോക്കും ഈ കുട്ടിയെ ഞാൻ ഏത് ഭർത്താവിലേക്കാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഓള് പറയും ഈ കുട്ടി ഇന്ന ആണിൽ നിന്നുണ്ടായതാണ്, ഈ കുട്ടീൻ്റെ വാപ്പ ഇന്ന ആളാണ്, അത് അംഗീകരിക്കണം എന്നാണ് അന്നത്തെ ജാഹിലിയ കാലത്തെ വൈവാഹിക രീതി ഉണ്ടായിരുന്നത്. എൻ്റെ കുട്ടി, ഞാൻ പ്രസവിച്ച കുട്ടി ഇത് ഇന്ന ആണിൻ്റേതാണ്, അയാളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പെണ്ണ് മൊഴി കൊടുത്താൽ അത് അംഗീകരിക്കണം കബീല ഗോത്രങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആചാരമുള്ള കാലത്ത് ഈ തരത്തിൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പര സെയ്ദിൽ കൂടി വളർന്നു വരും. അത് വളരെ അപകടമാണ് എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനവും ശരീഅത്തിൻ്റെ നിയമവുമായതുകൊണ്ട് അത് പൊളിച്ചടക്കാൻ വേണ്ടി അള്ളാഹു തആല ഒരു പ്രത്യേക സംഭവം അവിടെ ഉണ്ടാക്കി. അതെന്താണ്? സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം, നബിയുടെ ബന്ധം തന്നെയാണ് സെയ്ദ്, നബിയുടെ മകൻ പോലെയാണ് സെയ്ദ്. നബിയുടെ ബന്ധത്തിൽപ്പെട്ട അമ്മായിയുടെ മകൾ സൈനബ എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സൈനബ റളിയല്ലാഹു അൻഹ നബിയുടെ അമ്മായി, അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് സൈനബൻ്റെ ഉമ്മ. അപ്പോൾ ആ അമ്മായിയുടെ മകൾ സൈനബ വിവാഹപ്രായമായിട്ടുണ്ട്. ഇത് സെയ്ദ് ബിൻ മുഹമ്മദ് അല്ലേ, അയാൾക്കും നല്ല തറവാടുണ്ടല്ലോ മുഹമ്മദിൻ്റെ മോനായതുകൊണ്ട്. അപ്പോൾ നബി വിചാരിച്ചു എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ സെയ്ദ് അടിമയാണ് എങ്കിൽ പോലും ഈ കുടുംബബന്ധത്തെ ആദരിച്ചുകൊണ്ടും സെയ്ദിനെ സ്നേഹിച്ചുകൊണ്ടും സൈനബയെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുൻകൈയെടുത്ത് സെയ്ദിനെ വിവാഹം ചെയ്യിച്ചു. സൈനബ അംഗീകരിച്ചു. സൈനബനെ കല്യാണം പറഞ്ഞപ്പോൾ സൈനബക്ക് ഒരു മാനസിക വിഷമമുണ്ടായിരുന്നു. എന്തായിരുന്നാലും മുഹമ്മദിൻ്റെ മകനാണെങ്കിലും അടിമയാണല്ലോ, വാപ്പയൊന്നും അറിയില്ലോ, വാപ്പമ്മ ഇവരൊന്നും അറിയപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അൻഫുസിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു ഇഷ്ടം ഒരു മുഅ്മിനിനും മുഅ്മിനത്തിനും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആയത്ത് സൈനബ കേട്ടപ്പോൾ സൈനബ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് സെയ്ദിനെ വിവാഹം ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതമാണ് എന്ന് പറഞ്ഞ് ആ വിവാഹം നടന്നു. നബി തന്നെയാണ് മഹർ കൊടുത്തത്. 10 സ്വർണ്ണ നാണയവും കുറച്ച് ആടുകളെയും അങ്ങനെ കുറച്ച് അത്യാവശ്യ കുടുംബ സാധനങ്ങളൊക്കെ മഹർ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ വിവാഹം നടന്നു. പക്ഷേ ആ വിവാഹം സെയ്ദിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, സൈനബക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഏകദേശം 1 കൊല്ലം അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു. മക്കളൊന്നും ഉണ്ടായിട്ടില്ല. സെയ്ദിനും ഒരു പ്രകൃതിതരമായ ദത്തമായ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ഞാൻ ഖുറൈശി അബ്ദുൽ മുത്തലിബിൻ്റെ മകളുടെ മകളെ വിവാഹം ചെയ്യാൻ മാത്രം ഞാൻ ആയിട്ടില്ലെന്നുള്ള ഒരു അധമമായ ഒരു ചിന്ത സെയ്ദിനുണ്ടായിരിക്കണം, സൈനബക്കും ഉണ്ടായിരിക്കണം. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഈ കുടുംബ ബന്ധം നന്നായി മുന്നോട്ട് പോയില്ല. അവർ മനസ്സ് ഇണങ്ങിയില്ല. സെയ്ദിന് തോന്നി
സൈനബയുമായുള്ള വിവാഹം മുന്നോട്ട് പോയില്ല, പോണില്ല. അതുകൊണ്ട് ഞാൻ വിവാഹബന്ധം മുറിക്കണം എന്ന് സെയ്ദ് തീരുമാനിച്ചു. തെറ്റിപ്പിരിഞ്ഞതൊന്നുമല്ല. നബി, സൈനബയുമായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളുടെ കുടുംബബന്ധം സൗഹാർദ്ദപരമായി നിങ്ങൾ അവസാനിപ്പിക്കാൻ അനുമതി തരണം. നബിയോട് വന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, സെയ്ദേ, കുടുംബബന്ധം നിലനിർത്തന്നല്ലേ നല്ലത്, പിരിയണോ? പക്ഷെ നബിക്ക് അറിയാം, നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? സൈനബയും സെയ്ദും വിവാഹത്തോടു കൂടി വൈവാഹിക ജീവിതം മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് ആ വിവാഹം പിരിയും എന്ന് നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിരിഞ്ഞാൽ സൈനബയെ നിന്നെക്കൊണ്ട് നീ വിവാഹം ചെയ്യണം എന്നും അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റുമല്ലോ. അല്ലാഹു തആല അത് പുറത്ത് പറയാനുള്ള അനുമതി കൊടുത്തിട്ടില്ലല്ലോ നബിക്ക്. അത് സംഭവിക്കാൻ പോകുന്നൊരു വിഷയം അറിയിച്ചു കൊടുത്തു. സെയ്ദ് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവില്ല, എനിക്ക് സൈനബയുമായുള്ള ജീവിതം മടുത്തു എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, കുടുംബബന്ധം നിലനിൽക്കന്നല്ലേ വേണ്ടത്, സെയ്ദ്, നീ അവളെ തന്നെ ഭാര്യയായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരിക്കലും നടക്കില്ല നബി എന്ന് അവരും സൈനബയും പറഞ്ഞപ്പോൾ അവർ സെയ്ദിനോട് പറഞ്ഞു, എങ്കിൽ എനിക്ക് വിവാഹമോചനം നടത്താം. അല്ലാഹുവിൻ്റെ ഒരു ഖളാഅാണ്. അവർ വിവാഹമോചനം നടത്തി. യുദ്ധകാലം കഴിഞ്ഞു. അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തു, സൈനബയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സ്വീകരിക്കില്ല, നിർവാഹമില്ല. അള്ളാഹുവാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അത് സൈനബ നബിയുടെ അമ്മായിയുടെ മകളാണ്. പക്ഷേ അത് നബിയാണല്ലോ, പ്രവാചകനാണല്ലോ. പ്രവാചകന് ഈ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കാൻ അള്ളാഹു തന്നെ തീരുമാനിക്കുകയും നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് അള്ളാഹു തആല നബിക്ക് വഹി നൽകുകയും ചെയ്തു. അത് ഖുർആനിലുണ്ട്. ഇതൊരു വലിയ കോളിളക്കമുണ്ടായി മക്കത്ത്. ഒരു വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തെറ്റിദ്ധാരണയും വളരെയധികം പരിഹാസങ്ങളും കേട്ടതായിരുന്നുവെങ്കിൽ പോലും അല്ലാഹു തആല ഇറങ്ങിയ ആയത്ത് നബി മറച്ചു വെക്കുകയാണെങ്കിൽ ഈ ആയത്താണ് മറച്ചു വെക്കേണ്ടത്, ഈ സംഭവം. പക്ഷെ നബി അത് ഓതിക്കൊടുത്തു. അങ്ങനെയൊക്കെ ആ സംഭവം. അങ്ങനെ നബി സൈനബയെ വിവാഹം ചെയ്തു. സൈനബ ചെറുപ്പകാലം മുതൽ തന്നെ നല്ല തഖിയ്യത്തു, ആദ്യകാല വിശ്വാസിനിയാണ്, നല്ല ഭക്തയായ സ്ത്രീയാണ്, നല്ല പാവങ്ങളെ സഹായിക്കുന്ന സ്ത്രീയാണ്. ഉമ്മുൽ മസാക്കീൻ, മിസ്കീന്മാരുടെ ഉമ്മ എന്നാണ് സൈനബയെ പറ്റി ജനങ്ങൾ വിളിച്ചിരുന്നത്. ഉമ്മുൽ മസാക്കീൻ, മിസ്കീന്മാരുടെ ഉമ്മ. കാരണം എല്ലാ മിസ്കീന്മാരും സൈനബൻ്റെ അടുത്ത് വരും. അബ്ദുൽ മുത്തലിബിൻ്റെ മോളായതുകൊണ്ട് കുറച്ചൊക്കെ കാശും പണം ഉണ്ടാകും. ഉള്ളത് കൈയഴിഞ്ഞ് ധർമ്മം ചെയ്യും. ഇബാദത്തിലും ആരാധനയിലുമായി കഴിഞ്ഞുകൂടിയെന്നവരാണ് സൈനബ. പക്ഷേ ഈ വിവാഹ ജീവിതത്തിൽ മാത്രം ചെറിയൊരു കല്ലുകടി ഉണ്ടായി. ആ കല്ലുകടിയുടെ പരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബയെ വിവാഹം ചെയ്ത് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല പരിഹരിച്ചു. അങ്ങനെ സൈനബ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളായി മാറി. സൈനബയാണ് നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആദ്യമായി മരിക്കുന്നത്. സൈനബയാണ് ആദ്യമായി മരിക്കുന്നത്. സൈനബയാണെന്നാണ് തോന്നുന്നത്. അന്നാണ് ആദ്യമായി മരിക്കുന്നത് സൈനബയാണ്. അല്ല ഖദീജ ബീവിൻ്റെ ശേഷം, ഈ നുബുവത്തിൻ്റെ ശേഷമാണ് പറയുന്നത്. നുബുവത്തിൻ്റെ ശേഷം പിന്നീട് മദീനയിലെത്തിയിട്ട് ആദ്യമായി മരിക്കുന്ന ബഖീഉൽ ഖുർഖദിലാണ് സൈനബ റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. നബി മരിച്ചതിൻ്റെ ശേഷമാണ് മരിച്ചതിൻ്റെ ശേഷം ആദ്യമായി മരിക്കുന്ന ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹ. ഉമർ ഖത്താബ് റളിയല്ലാഹു ആണ് അവർക്ക് ജനാസ നമസ്കാരം നിർവഹിച്ചത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ഉമ്മുൽ മസാക്കീൻ. അപ്പോൾ ഈ ഒരു ജാഹിലിയത്ത് ആചാരം മുഹമ്മദ് നബി തൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന സെയ്ദിൻ്റെ തലാഖ് ചൊല്ലിയ ഭാര്യയെ മുഹമ്മദ് നബി വിവാഹം ചെയ്തതോടുകൂടി അത് ഖുർആൻ ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത് മുഹമ്മദ് നബിയാണ്ട് പറഞ്ഞതോടുകൂടി സഹാബിമാരുടെ മനസ്സിലുണ്ടായിരുന്ന ഇബ്നു മുഹമ്മദ്, സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന
ആ ഒരു ചിന്ത തന്നെ സഹാബിമാരാണ് മാറ്റി. പിന്നെ സെയ്ദ് ബിൻ ഹാരിസ എന്ന് വിളി തുടങ്ങി. പിന്നെ ഖുറൈശികൾ കുറേ കോലാഹലം ഉണ്ടാക്കി. സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്ന് കോലാഹലം ഉണ്ടാക്കിയപ്പോൾ നബി പറഞ്ഞു, എനിക്ക് അള്ളാഹു തആല ഖുർആനിൽ ഇറക്കി തന്നാണ്, നിങ്ങൾ എന്ത് കോലാഹലം ഉണ്ടാക്കിയിട്ടാണ്? ഇതാണ് ഞാൻ പഠിപ്പിക്കുന്ന ദീന്. ഞാൻ ഏകദൈവ വിശ്വാസം തൗഹീദ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കോലാഹലം ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് എന്തേ പറ്റി? ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ ഇത് സെയ്ദിൻ്റെ മോനല്ല, അത് ഹാരിസത്തിൻ്റെ മോനാണ്. സെയ്ദിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഞാനല്ല. ഞാൻ സെയ്ദിനെ വളർത്തിയുണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. വളർത്തു മക്കളുടെ ഭാര്യമാരെ അവർ തലാക്ക് ചൊല്ലിയാൽ അല്ലെങ്കിൽ മരണശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം ഇസ്ലാമിൻ്റേതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് എനിക്ക് സൈനബയെ വിവാഹം ചെയ്തു തന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുകയും ചെയ്തു പരിഹസിച്ചവരോട്. സഹാബിമാരോട് പറയേണ്ടി വന്നില്ല. അങ്ങനെ സൈനബക്ക് പിന്നീട് സൈനബ ഭാര്യമാരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ സൈനബ ഉമ്മുൽ മസാക്കീനാണ്. സൈനബക്ക് നബി വലിയ പ്രാധാന്യം നൽകിയിരുന്നു. സൈനബ പറയുമായിരുന്നു അത്രേ തൻ്റെ മറ്റ് ഭാര്യമാരോട്, നിങ്ങളെയൊക്കെ നിങ്ങളുടെ ബാപ്പാര് വിവാഹം ചെയ്ത് കൊടുത്തതാണ് നബിക്ക്, എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹം ചെയ്ത് കൊടുത്തതാണ് നബിക്ക്. നിങ്ങളെ മാതിരിയല്ല. എൻ്റെ ഒലിജ് കൈ കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുക എന്നുള്ളത് വിവാഹം ചെയ്ത് കൊടുത്തത് എൻ്റെ അള്ളാഹു തആലയാണ്, ആകാശത്തു നിന്നാണ്. നിങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ ബാപ്പാരാന്ന് അഭിമാനത്തോടു കൂടി പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. ഈ സംഭവമാണ്, ഇതിൽ കൂടി ഒരുപാട് ഗുണപാഠങ്ങൾ അള്ളാഹു തആല മുസ്ലിമീങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതാണ് ഇനി പറയാൻ പോകുന്നത്. وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ വഇദ് തഖൂലു, നീ പറയുന്ന സന്ദർഭം, ലില്ലദി ഒരുവനോട്, ഒരാളോട്. അല്ലദി പറഞ്ഞത് അള്ളയാണ്, അല്ല സെയ്ദാണ്. ആരാണവൻ? അൻഅമല്ലാഹു അലൈഹി, അവൻ്റെ മേൽ അള്ളാഹു തആല നിഅമത്ത് ചെയ്തു കൊടുത്തു, അങ്ങനെയുള്ള ഒരാളോട്. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തആല ഒരുപാട് നിഅമത്ത് ചെയ്തു കൊടുത്തു. ഏതോ മരുഭൂമിയിലെ ബനൂ ഹാരിസയിൽ മുശ്രിക്കായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു സെയ്ദ്. അവിടെ നിന്നൊക്കാണ്ട് തട്ടിക്കൊണ്ടുവന്ന് ആരോ കയ്യിലിട്ടി, കൊള്ളക്കാർ തട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിലെത്തി വിറ്റു. ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലെത്തി. ഖദീജ റളിയല്ലാഹു അൻഹു നബിക്ക് കൊടുത്തു. അങ്ങനെ അവിടെ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു ഇഷ്ടഭാജനമായി മുഹമ്മദ് നബിയുടെ ഇഷ്ടപുത്രനായി ജീവിക്കാനുള്ള ഭാഗ്യം, പിന്നെ മുസ്ലിമാകാനുള്ള ഭാഗ്യം, അങ്ങനെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അങ്ങനെയുള്ള അൻഅമല്ലാഹു അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹു തആല ഒരുപാട് നിഅമത്ത് നൽകിയ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം. അൻഅംത അലൈഹി, താങ്കളും അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നബിയും സെയ്ദിന് തൻ്റെ മകനെ പോലെ വളർത്തി, സ്നേഹിച്ച് വളർത്തി, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, വിവാഹം വരെ ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ സെയ്ദിനെ ഇഷ്ടപ്പെട്ട് വളർത്തി. അപ്പോൾ നീയും അനുഗ്രഹം ചെയ്തു കൊടുത്തു. അതിന് മുമ്പ് അള്ളാഹു തആലയും അനുഗ്രഹം ചെയ്തു കൊടുത്ത ആ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? അംസിക് അലൈക്ക, നീ പിടിച്ചു നിർത്തിക്കോ, സൗജക്ക, നിൻ്റെ ഭാര്യയെ, ഇണയെ നീ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞാൽ തലാക്ക് ചെല്ലരുത്. സെയ്ദ് തലാക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അത് വേണ്ട, നീ പിടിച്ചു നിർത്തിക്കോ എന്ന്. അംസിക്ക് അലൈക്ക സൈജ്. എന്നിട്ട് വത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഇതിൽ കൂടി നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. എത്ര മാനസിക പൊരുത്തമില്ലെങ്കിലും അതൊക്കെ ശ്രമിച്ച് സഹിച്ച് ഭാര്യയെ തന്നെ പിടിച്ച് സെയ്ദ് അങ്ങനെ പറഞ്ഞു. ഒരിക്കലും ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ കഴിയില്ല. അതൊക്കെ കേട്ടിട്ടാണ് നബി പറയുന്നത്, വത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭാര്യയെ പിടിച്ചു നിർത്തുക. അതായത് തലാക്ക് ചെല്ലുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളാരും എത്താൻ പാടില്ല. പരമാവധി എന്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭാര്യയെ പിടിച്ചു നിർത്തണം എന്ന ഒരു സന്ദേശം നബി നമുക്കെല്ലാം ഈ സന്ദർഭത്തിൽ കൂടി അള്ളാഹു തആല നൽകി. അങ്ങനെ നീ അംസിക്ക അലൈക്ക സൗജക്ക വത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക ചെയ്തേ, നീ ഭാര്യനെ പിടിച്ചു നിർത്തിക്കോ, സൈനബയെ ഭാര്യയാക്കി നിർത്തിക്കോ എന്ന് നീ പറഞ്ഞു. എന്നാലോ വതുഖ്ഫീ ഫീ നഫ്സിക,
നിന്റെ മനസ്സിൽ നീ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. മല്ലാഹു മുബ്ദീഹി, അള്ളാഹു അബ്ദായുബ്ദി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്താ? അള്ളാഹു നബിക്ക് തോന്നിപ്പിച്ചിരുന്നു ഈ ബന്ധം നിലനിൽക്കൂല, ഇനി ബന്ധം അഥവാ പിരിഞ്ഞാൽ വിവാഹം ചെയ്യണം, നിന്നെക്കൊണ്ട് വിവാഹം ചെയ്തു തരും എന്ന ഒരു 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 അറിവ് അള്ളാഹു നബിക്ക് നൽകിയത് നബിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് വരാൻ പോകുന്ന അള്ളാഹു തആല പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു കാര്യം ജനങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം നബി മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിക്കൽ ഒടുവിന്. എന്നാലും മാനുഷികമായി ഒരു വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരാളോട് പറയേണ്ട ആ ഒരു രീതി നബി പറഞ്ഞു. എന്താണ്? വത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അംസിക അലൈക സൗജക്ക, നിൻ്റെ ഇണയെ നീ സൂക്ഷിച്ച് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. എന്നാലോ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അഖ്ഫ, മറച്ചു വെച്ചു, ഫീ നഫ്സിക, നിൻ്റെ മനസ്സിൽ മല്ലാഹു മുബ്ദീഹി, അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം. വതഖ്ശന്നാസ, നീ ജനങ്ങളെയാണ് ഭയപ്പെടുന്നത്. അതായത് സെയ്ദേ ജിബാണ് പിന്നെ തലാക്കല്ലി പൊയ്ക്കാളാ, എന്നിട്ടോ ആ സൈനബനെ ഞാൻ വിവാഹം ചെയ്യാൻ വേണ്ടി പഠിച്ചോൻ എനിക്ക് കൽപ്പന തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താകും? അള്ളാഹു തആല അങ്ങനെ ഒരു ആയത്തിറക്കണീൻ്റെ ഇടക്ക് നബി എന്നാണ്ട് പറഞ്ഞാൽ എന്താ ചെയ്യുക? ജനങ്ങളെ പേടിക്കണം, ജനങ്ങൾ നബിയെ പരിഹസിക്കും. വതഖ്ശന്നാസ, നീ ജനങ്ങളെ ഭയപ്പെടുകയാണ്. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, എന്നാൽ നീ ഭയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അള്ളയാണ്. അള്ളാനെ ഭയപ്പെട്ടോ, ജനങ്ങളെ ഭയപ്പെടണ്ട. എന്നിട്ട് അള്ളാഹ് ഭയപ്പെട്ട കാര്യം കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാണ്. പേടിക്കണ്ട, എന്ത് ജനങ്ങൾ പറഞ്ഞാലും ജനങ്ങളെ പേടിക്കണ്ട, അള്ളാഹുവിനെ പേടിച്ചാൽ മതി. എന്താണത്? ഫലമ്മാ ഖളാ സെയ്ദുൻ, സെയ്ദ് നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ, മിൻഹ, സൈനബയിൽ നിന്ന്, വത്രൻ, ആ ബന്ധം, ആ ബന്ധം എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തോടുള്ള ആ കുടുംബജീവിതത്തോടുള്ള ആ സ്നേഹം ബന്ധം, അതാണ് വത്തറ് എന്ന് പറഞ്ഞ ഒരാവശ്യം. അതായത് ഒരു ഭാര്യ വേണമല്ലോ എന്നൊരാവശ്യം സൈനബയുടെ കാര്യത്തിൽ സെയ്ദ് നിർവഹിച്ചു കഴിഞ്ഞു. അതായത് ആ ഭാര്യനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, തലാക്ക് ചെല്ലണം എന്ന ആ ഒരു തീരുമാനത്തിൽ സെയ്ദ് എത്തിയപ്പോൾ, ഖളാ മിൻഹാ സെയ്ദുൻ വത്രൻ, അവളിൽ നിന്ന് സെയ്ദ് ആ ആവശ്യം, അതായത് വൈവാഹിക ആവശ്യം അവസാനിപ്പിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ, അത് ഇനി പറ്റൂല എന്നൊരു തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, സവ്വജ്നാകഹ, അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു. സവ്വജ്ന, നാം, അല്ലാഹു പറയാണ്, നാം വിവാഹം ചെയ്തു തന്നു, ക, നിനക്ക്, ഹാ, അവളെ എന്ന് അല്ലാഹു തആല നബിക്ക് വഹയ്യ് നൽകി. അപ്പോൾ മനുഷ്യന്മാരെ പേടിച്ച് സൈനബനെ നബി വിവാഹം, യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സൈനബനെ വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹ് നബിക്ക് അറിയിച്ചു കൊടുത്തിരുന്നെങ്കിലും നബി അത് പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല. പക്ഷേ അല്ലാഹു തആല ആയത്തോടു കൂടി അത് കണ്ട് പറഞ്ഞു തന്നപ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞു, ജനങ്ങളെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി വരുന്ന ഒരു ആരോപണത്തെ അല്ലാഹു തആലയാണ് പുറത്തേക്കാണ് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ പടച്ചോനെ പേടിച്ചോ, ആളുകൾ എന്ത് പറഞ്ഞാലും. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ അദ്ദേഹം വലിയ ഖുറൈശി നേതാക്കന്മാരുമായി സംസാരിച്ച്, നബി ഖുറൈശി നേതാക്കന്മാരുമായി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുപൊട്ടനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വന്നതും, എന്നിട്ട് നബിക്കത് അനിഷ്ടമായതും, നബി നെറ്റിച്ചൊളിച്ചതും, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ തിരിഞ്ഞു നോക്കാതെ ഖുറൈശികളോട് സംസാരിച്ചു കൊണ്ടിരുന്നതും ഒക്കെ അല്ലാഹു തആല നബിയുടെ മനസ്സിലുള്ളവർ, നബിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ അത് അല്ലാഹു തആല ആയത്തിൽ കൂടി പുറത്താണ് കൊണ്ടുവന്നു. അങ്ങനെ ചെയ്തല്ലോ, അബസ, നെറ്റി ചൊളിച്ചു അല്ലേ, ഒത്തവല്ല, തിരിഞ്ഞു നിന്നു അല്ലേ, അഞ്ചാഉൽ അഅമ, ഒരു അന്ധനായ ആൾ വന്നപ്പോൾ നബിയെ അങ്ങോട്ട് ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അത് നബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അള്ളാഹ് എന്നെ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സവ്വജ്നാകഹ, നിനക്ക് ഞാൻ സൈനബയെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇതെന്തിനാണ്? ലികൈല യകൂന അലൽ മുഅ്മിനീൻ,
മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ, ഹർജുൻ ഒരു മനപ്രയാസവും ഉണ്ടാകാതിരിക്കാൻ, ഫി അസ്വാജി അദ്ഇയാഇഹിം അവരുടെ പോറ്റുമക്കളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഇനി ഒരു മനപ്രയാസം ഉണ്ടാവരുത്. സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന പോലെയാണ് അന്ന് മുഅ്മിനീങ്ങൾക്കടക്കം മക്കയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും പോറ്റുമകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് പോലെ മാനസികമായി മ്ലേച്ഛമായി അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ഇനി അതിലൊരു ഹർജ്, ഒരു മ്ലേച്ഛത, ഒരു മനോവിഷമം ആ വിഷയത്തിൽ ഉണ്ടാവണ്ട. നബിക്ക് ഞാനാണ് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് സൈനബ നബിയുടെ പോറ്റുമകൻ്റെ മകനായി അറിയപ്പെട്ട ഒരാളുടെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഇനി അതിൽ മനസ്സിൽ ഒരു ഹർജും ഒരു മനപ്രയാസവും ഉണ്ടാവരുത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇങ്ങനെ ഒരു നടപടിയിൽ കൂടി ആ ദുരാചാരം അവസാനിപ്പിച്ചു. അതാണ് ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, സത്യവിശ്വാസികൾക്ക് ഒരു മനപ്രയാസം ഉണ്ടാവാതിരിക്കാൻ, ഫി അസ്വാജി അദ്ഇയാഇഹിം അവരുടെ അദ്ഇയ എന്ന് പറഞ്ഞാൽ ദഅയ്യ് എന്ന് പറഞ്ഞാൽ പോറ്റുമകൻ, മകനാണെന്ന് വിളിക്കുന്നവൻ, മകനല്ല എന്നാൽ മകനാണ് എന്ന് പറയുന്ന ആളിനാണ് ദഅയ്യ് എന്ന് പറയാം. അതിൻ്റെ ബഹുവചനമാണ് അദ്ഇയ. അപ്പോൾ പോറ്റുമക്കളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഭാര്യമാരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ ഒരു മനപ്രയാസവും നിങ്ങൾക്ക് വേണ്ട. ആ ആചാരം ഇതോടുകൂടി അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉണ്ടാവാൻ ഇതാ ഖലൗ മിൻഹുന്ന വത്തറ അവർ ആ പോറ്റുമക്കൾ അവരുടെ ഭാര്യമാരിൽ നിന്ന് അവരുടെ ആ ബന്ധം, വിവാഹബന്ധം നിലനിൽക്കാനുള്ള ആവശ്യം, ഒത്ര എന്ന് പറഞ്ഞ ആവശ്യമാണ്, ആ കുടുംബബന്ധം നിലനിർത്തേണ്ട ആവശ്യം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, അവരാണ് തലാക്ക് ചൊല്ലി കഴിയുമ്പോൾ ആ ഭർത്താവിൻ്റെ ഉപ്പയായ ആൾക്ക് ഭർത്താവിനല്ല മകൻ്റെ പോറ്റുപ്പക്ക് വിവാഹം ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം അല്ലാഹു തആല എടുത്തു. വകാന അംറുല്ലാഹി മഫ്ഊല, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം കൽപ്പനകളെല്ലാം മഫ്ഊലാണ്, നടപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ കൂടി അല്ലാഹു തആല പോറ്റുമക്കളുടെ ഭാര്യമാരെ അവർ വത്തറ് കഴിഞ്ഞാൽ, അവർ തലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ, അതിൻ്റെ ഇദ്ദമുറകൾ കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വിവാഹം ചെയ്യാം എന്ന ഒരു തീരുമാനം നബിയിൽ കൂടി അല്ലാഹു തആല നടപ്പിൽ വരുത്തി. അപ്പോൾ സഹാബിമാരും ആ കാര്യം അംഗീകരിച്ചു. പിന്നീട് ആരും പോറ്റുമക്കളെ ആ പേരിൽ സ്വന്തം പേരിൽ വിളിച്ചിട്ടില്ല. നബിയും സെയ്ദിനെ സെയ്ദ് ബിനു ഹാരിസത്ത് എന്നാണ് വിളിച്ചത്. സഹാബിമാരും നാട്ടുകാരും ഒക്കെ ഹാരിസത്തിൻ്റെ മകൻ സെയ്ദ് എന്നുള്ള പേരും മാറി, സെയ്ദ് നബി ഒരു ഉപ്പയാണ് എന്നുള്ള ബന്ധവും മാറി, എൻ്റെ പ്രവാചകനാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറി. സെയ്ദിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയായി ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഈ സംഭവം. മദീനയിൽ വെച്ചാണ് ഉണ്ടായത്. പിന്നെ മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറളല്ലാഹു ലഹു. അപ്പം നബിക്കും ഇങ്ങനൊക്കെ ഒരു ദുരാചാരം, ഒരു മോൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യൽ തലമുറകളായി ദുരാചാരമായി കണ്ടുവന്നിരുന്ന നബിയുടെ മനസ്സിലും അള്ളങ്ങനെയൊക്കെ തീരുമാനിച്ചാലും ഒരു കറുപ്പുണ്ടായിരുന്നു, ഒരു വിഷമമുണ്ടായിരുന്നു. സൈനബ സെയ്ദിൻ്റെ മോൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെയുള്ള ഒരു വിഷമം വേണ്ട നബി. മാക്കാന അലൻ നബിയ്യി, ഈ നബിക്ക് ഒരിക്കലും യോജിച്ചതല്ല മിൻ ഹറജിൻ, ഒരു മനപ്രയാസമുണ്ടാവൽ, ഫീമാ ഫറളല്ലാഹു ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് നിർബന്ധമായും നിശ്ചയിച്ചു കൊടുത്ത കാര്യത്തിൽ ഒരു മനപ്രയാസവും ഈ പ്രവാചകന് ഉണ്ടാവാൻ പറ്റാത്തതാണ്. അതായത് അള്ളാഹു സൈനബയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതോടുകൂടി നിങ്ങൾ സൈനബയുടെ ഭർത്താവായി അള്ളാഹു തആല നിശ്ചയിച്ചു. അതാണ് ഫറള. നിർബന്ധമായും സൈനബയുടെ ഭർത്താവായി നിങ്ങളെ
അള്ളാഹു താല നിശ്ചയിച്ചല്ലോ മുഹമ്മദ് നബിയെ. അപ്പം മുഹമ്മദ് നബിക്ക് ഇനി അള്ളാഹ് ഫർളാക്കി തന്ന ഈ വിവാഹ ബന്ധത്തിൽ ഒരു മനപ്രയാസം മുഹമ്മദ് നബിക്കും ഉണ്ടാവരുത്, വേറൊരാൾക്കും. പോറ്റുമക്കളുടെ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാർ വിവാഹമോചനം നടത്തിയാൽ ഇദ്ദ കഴിഞ്ഞതിൻ്റെ ശേഷം നിയമപരമായി വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ ഒരു മനപ്രയാസം ഉണ്ടാകരുത്. മുഹമ്മദ് നബിക്ക് സൈനബയെ ഭാര്യയായി സ്വീകരിക്കുന്നതിലും മാക്കാനലി നബിയി നബിക്ക് യോജിച്ചതല്ല, മിൻ ഹറജ് അലൻ നബിയി ഒരു നബിക്കും ഈ നബിക്ക് യോജിച്ചതല്ല, മിൻ ഹറജിൻ ഒരു മനപ്രയാസം, ഫീമാ ഫറളല്ലാഹു ലഹു അള്ളാഹു താല ഫറളാക്കി തന്ന ഒരു കാര്യത്തിൽ. സുന്നത്തല്ലാ ഇത് അള്ളാഹുവിൻ്റെ നടപടിയാണ്. അപ്പം അള്ളാഹു താല നാട്ടാചാരത്തിനും മനുഷ്യൻ്റെ ആഗ്രഹത്തിനും അപ്പുറം ചില നടപടികളെടുക്കും. അങ്ങനെയുള്ളൊരു നടപടിയാണിത്. ഫില്ലദീന ഖലൗ മിൻ ഖബ്ലു മുമ്പ് കഴിഞ്ഞു പോയ ആളുകളിൽ അള്ളാഹു താല സ്വീകരിച്ച ഒരു നടപടിയാണിത്. അപ്പം മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു നടപടിയാണ്, അത് ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ആ മറിയം റളിയല്ലാഹുവിനക്ക് ഭർത്താവില്ലാതെ പ്രസവിച്ചല്ലോ. എന്നിട്ട് എന്തെല്ലാം പുകിലുകളാണ് ആ സമൂഹത്തിൽ നിന്ന് കേട്ടത്. ബൈത്തുൽ മുഖദ്ദസിൽ പള്ളിക്കുള്ളിൽ വളർന്ന വിശുദ്ധയായ മറിയം അവസാനം ഏതോ ഒരു ചങ്ങാതിയുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു കുട്ടിയുണ്ടായിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ് പരത്തിയല്ലോ. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടി അങ്ങനെയല്ല, അത് രഹസ്യബന്ധമൊന്നുമല്ല. അള്ളാഹു തആല കൊടുക്കാൻ വിചാരിച്ചാൽ ഭർത്താവ് ഇല്ലാതെ തന്നെ മക്കൾ ഉണ്ടാകും, പ്രവാചകൻ ഉണ്ടാകും എന്ന പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്തായിട്ട് അള്ളാഹു തആല അത് അംഗീകരിച്ചു. മറിയമിൻ്റെ വിശുദ്ധി അള്ളാഹ് നിലനിർത്തി. അങ്ങനെ പല സംഭവങ്ങളും അതാ സുന്നത്തല്ലാഹില്ലത്തി അള്ളാഹുവിൻ്റെ നടപടിയാണ്. ഫില്ലദീന ഖലൂ മിൻ ഖബൽ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കിടയിലുണ്ടായ നടപടി പോലെയുള്ള ഒരു നടപടിയാണിത്. വകാന അംറുല്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പന ഖദറൻ അത് നിർണയിച്ച ഒരു കാര്യമാണ്. മഖ്ദൂറ കൃത്യമായും നിർണയിക്കപ്പെട്ട, ഖദറൻ മഖ്ദൂറ എന്ന് പറഞ്ഞാൽ കൃത്യമായും നിർണയിച്ച് തീരുമാനിച്ച കാര്യമാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ. അല്ലാതെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സംശയിക്കേണ്ട കാര്യമല്ല, അത് കൃത്യമായും നിർണയിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ കാര്യം മക്കാന അംറുല്ലാഹി മഫ്ഊല, അള്ളാഹുവിൻ്റെ കാര്യം നടപ്പിൽ വരും. അതാണ് സെയ്ദിൻ്റെ കാര്യത്തിൽ ഇനി സെയ്ദ് വിവാഹമോചനം നടത്തുകയും നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിക്കുകയും ചെയ്തത്. അത് നടപ്പിൽ വരും. അള്ളാഹിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഖദറും മഖ്ദൂറാണ്, കൃത്യമായി നിർണയിക്കപ്പെട്ട ഒരു നിർണയമാണ്. ഇനി അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അമ്പിയാക്കന്മാർക്കുള്ള പണി അള്ളാഹിൻ്റെ റിസാലത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓൽക്ക് എന്തെങ്കിലും ഓലെപ്പറ്റി ആക്ഷേപം വരുമോ, ഓലെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിക്കോ, അത് വിചാരിച്ചു കണ്ട് മിണ്ടാതിരിക്കലല്ല. അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്ത റിസാലത്ത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ ഒരു മനുഷ്യനും പേടിക്കാതിരിക്കുക, അള്ളാഹുവിനെ മാത്രം പേടിക്കുക. ഇതാണ് അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്തം. അതാണ് നബിയോട് എനിക്ക് വിവാഹം ചെയ്തു തന്നു ജനങ്ങളോട് പറഞ്ഞളാ, നീ ആ സൈനബിനെ വിവാഹം ചെയ്തോ, അതിലൊന്നും സംശയം ഉണ്ടാവണ്ട, അതിൽ ആളുകൾ എന്തെങ്കിലും പറയുന്നു വിചാരിച്ച് ഒന്നും പേടിക്കണ്ട. അതാണ് എന്താണ് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ദൗത്യങ്ങൾ. റിസാലത്ത് എന്ന് പറഞ്ഞാൽ സന്ദേശം, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ. യുബല്ലിഗൂന ജനങ്ങൾക്ക് തബ്ലീഗ് ചെയ്തു കൊടുക്കുന്നവർ, ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ. ബല്ലഗ യുബല്ലിഗു എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുത്തു, മതം പ്രബോധനം ചെയ്തു കൊടുത്തു. യുബല്ലിഗൂന റിസാലാത്തില്ലാഹി അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, തബ്ലീഗ് ചെയ്തു കൊടുക്കുന്നവർ. വയഖ്ശൗനഹു എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. അള്ളാഹുവിൻ്റെ സന്ദേശം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ പറ്റിയ ആളെന്താ വിചാരിക്കുക, അള്ളാഹു തആലാൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ ഭൂരിപക്ഷമല്ലേ, ഓൽക്കിപ്പോൾ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഓലെന്തേലും കാട്ടൂലേ,
ഒന്നുമില്ല. വയഖ്ശൗനഹു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ റിസാലത്ത് സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ. അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മാത്രം പോരാ, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യണം. നമ്മളൊക്കെ പടച്ചോനെ ഭയപ്പെടണം, പടച്ചോനല്ലാതെ നമ്മൾ മറ്റൊരാളെയും ഭയപ്പെടരുത് ഈ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ ദഅവത്ത് ചെയ്യുന്ന കാര്യത്തിലും സത്യം തുറന്നു പറയുന്ന കാര്യത്തിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ദഅവത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ നിബന്ധനകളുണ്ട്, പക്വതകളുണ്ട്, സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, രീതികളുണ്ട്. അത് നമ്മൾ പാലിക്കണം. ദഅവത്ത് ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ രീതികൾ നമ്മൾ പാലിക്കണം. അല്ലാഹു തആല ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ ദഅവത്ത് നടത്തി പ്രബോധനം ചെയ്യേ. ബിൽ ഹിക്മത്തി, നല്ല തത്വം പാലിച്ചുകൊണ്ട്, നല്ല ഹിക്മത്തോടുകൂടി, അതിൻ്റെ കൃത്യമായ നിബന്ധനകളും അതിൻ്റെ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട്, വൽ മൗഇലത്തിൽ ഹസനത്തി, നല്ല സതുപദേശം കൊണ്ട് ദഅവത്ത് ചെയ്യണം. അല്ലാതെ ഒരാൾ ചെയ്യുന്നത്, ഇപ്പോൾ മറ്റൊരാളുടെ ബിംബങ്ങളെ നമുക്ക് ചീത്ത പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങൾ, ആ ബിംബങ്ങളെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. അതിനെ ഒരു കൂട്ടർ ബഹുമാനിക്കുന്നതാണ്. ആ ബഹുമാനത്തിനെ നമ്മൾ ബഹുമാനിക്കണ്ട, പക്ഷേ നമ്മൾ ഇകഴ്ത്തുകയും വേണ്ട. അതിന് അവർ നൽകുന്ന ആ സ്ഥാനത്തിനെ നമ്മൾ ആദരിക്കണം. അതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ ആരാധനാലയങ്ങളെ നമ്മൾ ആദരിക്കണം. അവരുടെ മുതിർന്ന ആളുകളെയും നബി യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാൻ പറ്റാത്ത നിങ്ങളുടെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ പണ്ഡിതന്മാരുണ്ട്, അവരങ്ങളൊന്നും ചെയ്യരുത്. അവരെ ആരാധനയിൽ മുഴുകി അവരുടെ മഠത്തിൽ അവർ വ്യാപൃതരായി ഭക്തി നിർഭരരായിരിക്കുകയാണ്. ഓലങ്ങളൊന്നും ഉപദ്രവിക്കരുത്, അവരുടെ ഭാര്യമാരെ ഉപദ്രവിക്കരുത്, അവരുടെ മക്കളെ ഉപദ്രവിക്കരുത്. അവർക്ക് ഉപജീവനം നടത്തുന്ന മരങ്ങളുണ്ടെങ്കിൽ, കൃഷിവിളകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കേടുവരുത്തരുത്. അതിനൊക്കെ ഒരു വിശുദ്ധി ഉണ്ട്. ദഅവത്ത് ചെയ്യുമ്പോൾ ക്രൂരമായ ഭാഷ ഉപയോഗിക്കരുത്, നല്ല ഭാഷ ഉപയോഗിക്കണം. എത്ര വരെ പറഞ്ഞു അല്ലേ? നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ദഅവത്ത് ചെയ്യേണ്ടത്. വെറുതെ ചീത്ത വിളിച്ചും ക്രൂരമായി അവരെ വിശേഷിപ്പിച്ചു ഒന്നും ദഅവത്ത് ചെയ്യാൻ പാടില്ല. അതാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നല്ലതും ചീത്തയും ഒരിക്കലും സമമാകുകയില്ല. ഇദ്ഫഅ, നീ പ്രതിരോധിക്ക്, ബില്ലത്തി ഹിയ അഹ്സൻ, നല്ലതുകൊണ്ട്. ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കല്ല, ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയല്ല. നല്ലതുകൊണ്ട് പ്രതികരിക്കണം, നല്ലതുകൊണ്ട് തടുക്കണം. അങ്ങനെ വരുമ്പോൾ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ അമീം, നിൻ്റെ ശത്രു, നിനക്കും മറ്റൊരാളും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ അവർ ഉറ്റമിത്രങ്ങളായി മാറും. അപ്പോൾ ഹിക്മത്തോടു കൂടി ആ ദഅവത്ത് നടത്തണം. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ, അള്ളാഹു നൽകിയ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വയഖ്ശൗനഹു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ ദഅവത്ത് ഇങ്ങനെ നടത്തി, വലിയ മഹാദഅവത്ത് നടത്തി നമ്മളെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കഥയില്ലല്ലോ ഇല്ലേ? രാത്രി പാതിരാ വരെ വയൽ തുറഞ്ഞു കണ്ട് പിന്നെ സുബഹിക്കരിച്ചാതെ കിടന്നുറങ്ങിയാൽ ആ ദഅവത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ നമ്മൾ ദഅവത്ത് നടത്തണം. വയഖ്ശൗനഹു, നമ്മൾ ജനങ്ങൾക്ക് മാതൃകയായി അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ദൂതന്മാർ, അള്ളാഹു നടപ്പിൽ അള്ളാഹുവിൻ്റെ ദീന് എത്തിച്ചു കൊടുക്കേണ്ട ആളുകൾ. വകഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അള്ളാഹു മതി.
നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇതിങ്ങനെ ആകും, ഇതിങ്ങനെ പറയുമ്പോൾ അത് ഓൽക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഇന്ന നഷ്ടം വരും, ആ ജാതി കണക്കൊന്നും നിങ്ങൾ കൂട്ടണ്ട. വഖഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു മതി ഹിസാബ് നടത്തണം. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക്, മുഹാസിബ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇൽമുൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്നാണ്, കണക്കിൻ്റെ ശാസ്ത്രം എന്നാണ്. അപ്പോൾ അള്ളാഹു മതി അതിൻ്റെ കണക്ക് നോക്കാൻ, ഹിസാബ് വിചാരണ നടത്താൻ, കണക്ക് നോക്കാൻ. ഞാൻ എൻ്റെ തുടർച്ചയാണ്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. അപ്പോൾ സെയ്ദിൻ്റെ ഭാര്യയെ നബിയുടെ മകൻ എന്ന് വിളിച്ചിരുന്ന ആളുടെ ഭാര്യയെ നബി വിവാഹം ചെയ്തതാണല്ലോ ഇത്രയധികം വലിയ കോളിളക്കമുണ്ടായത്. അള്ളാഹു പറഞ്ഞു മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു ആണിൻ്റെയും പിതാവല്ല മുഹമ്മദ് നബി, ഒരാണിൻ്റെയും പിതാവല്ല. അതായത് മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളില്ലപ്പോൾ, പെണ്ണുങ്ങളുണ്ടായിരുന്നു, ആൺകുട്ടികളുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. വിവാഹം ചെയ്യാൻ വേണ്ടി നബിക്ക് അങ്ങനെ നബിൻ്റെ മോന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാണ് മുഹമ്മദ് നബിക്ക് ഒരു ആൺകുട്ടിയില്ല. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ റിജാലുകളിൽപ്പെട്ട ആണുങ്ങളിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല മുഹമ്മദ് നബി. വലാക്കിൻ, പക്ഷെ അദ്ദേഹം പിന്നെ എന്താണ്? റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതനാണ്. വഖാത്തമൻ നബിയീൻ, പ്രവാചകന്മാരിൽ ഒടുവിലുള്ള പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. എന്നിട്ടോ വകാനല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അപ്പോൾ ആ സംഭവം അതോടുകൂടി കൃത്യമായിട്ട് പ്രായോഗികമായി ആ വളർത്തുപുത്രന്മാരെ ബാപ്പ എന്നും മകന് എന്ന് വിളിക്കുന്ന സമ്പ്രദായവും അങ്ങനെ ആ അവരുടെ ഭാര്യമാരുടെ കാര്യത്തിലുള്ള അനാചാരങ്ങളും ഇസ്ലാം നിരോധിക്കുകയും മുഹമ്മദ് നബിക്ക് അങ്ങനെ ആൺകുട്ടികളില്ല, അതുകൊണ്ട് സെയ്ദിനെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കരുത്, നേരെ മറിച്ച് സെയ്ദ് ബിൻ ഹാരിസത്ത് എന്നേ വിളിക്കാവൂ എന്ന് അള്ളാഹു താല ഇതോടുകൂടി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതാണ് സംഭവം. ഇപ്പം ഖുർആനിലെ ഈ സംഭവത്തിൽ നമ്മൾ അറിയേണ്ടത്, സഹാബിമാരുടെ കൂട്ടത്തിൽ ഖുലഫാഉർ റാഷിദുകളുണ്ട്, നബിയുടെ ഉറ്റ ആളുകൾ 4 അശറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ എത്രയെത്ര മഹാന്മാർ ഖുർആനിലുണ്ട്. പക്ഷേ അവരുടെ ആരെയും പേര് ഖുർആനിലില്ല. ഒരൊറ്റ സഹാബിൻ്റെ പേരേ ഉള്ളൂ, സെയ്ദ്. ഒരൊറ്റ. അബൂബക്കർ സിദ്ദീഖ് വരെ നബിയുടെ ഉറ്റമിത്രം ഇസ്രയേൽ കൂടെ പോകുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖിനെ ഇത് ഖാലലി സാഹിബിഹി എന്നേ പറഞ്ഞു, കൂട്ടുകാരൻ എന്നാ പറഞ്ഞു, അബൂബക്കർ എന്ന് പറഞ്ഞിട്ടില്ല. നബിയുടെ ഭാര്യമാരുടെ പേരില്ല, മക്കളുടെ പേരില്ല, അടുത്ത കൂട്ടുകാരുടെ പേരില്ല. നേരെ മറിച്ച് ഏതോ ഒരു അടിമക്കുട്ടി ചന്തയിൽ കൂടി കൈമാറ്റം വന്ന് നബിയുടെ കയ്യിൽപ്പെട്ട ഒരു അടിമക്കുട്ടിയുടെ പേര് ഖുർആൻ ശാശ്വതമാക്കി. ഖുർആനാണ് എന്ന രൂപത്തിൽ സെയ്ദ് എന്നൊരാൾ ചൊല്ലിയാൽ 30 കൂലി കിട്ടും. ഖുർആനിൽ സെയ്ദ് എന്നുള്ള പേര് ചൊല്ലിയാൽ, കാരണം സായ് യാ ദാല് 3 അക്ഷരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം കിട്ടും. അപ്പോൾ സെയ്ദ് എന്ന് പറഞ്ഞാൽ 30 കൂലി കിട്ടും ഖിയാമത്ത് നാൾ വരെ. അങ്ങനെ സെയ്ദിൻ്റെ പേര് അല്ലാഹു തആല ഖുർആനിൽ നിത്യ വിശുദ്ധമാക്കി കാണിച്ചു തന്നു. പിന്നെ മറിയമിൻ്റെ പേരുമൊക്കെ ഉണ്ട്, അമ്പിയാക്കന്മാരുടെ പേരുണ്ട്. പക്ഷെ സഹാബിമാരുടെ കൂട്ടത്തിൽ ആരുടെയും പേരില്ല സെയ്ദല്ലാതെ. എന്നിട്ട് യാ അയ്യുഹല്ലദീന, അപ്പോൾ ആ വിഷയം അവസാനിക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉസ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്റൻ കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എല്ലാ ദിക്റും ഓരോ സമയത്തും അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിന് ധാരാളമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഇദാ ലഖീതും ഫിഅത്തൻ ഫസ്ബുതു വദ്കുറുല്ലാഹ്, വിശ്വാസികളെ, ശത്രു സംഘത്തെ കണ്ടുമുട്ടുമ്പോൾ പോലും നിങ്ങൾ ഉറച്ചു നിൽക്കണം, പിന്തിരിഞ്ഞോടരുത്. വദ്കുറുല്ലാഹ്,
ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഇമാം സഅദി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫി ഹാദിയിൽ ആയാത്തിൽ മുസ്തമിലാത്തി അല ഹാദിയിൽ ഖിസ്സത്തി ഫവായിദു. ഈ സെയ്ദ്, സൈനബ, മുഹമ്മദ് നബി അടങ്ങുന്ന ഈ സംഭവത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. ഈ കഥ അല്ലാഹു തആല വിവരിച്ചത് അതിനാണ്. അതായത് ഒന്നാമത് സെയ്ദ് ബിൻ ഹാരിസ അനുഗ്രഹീതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ പറഞ്ഞു. അദ്ദേഹത്തിന് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് നിഅമത്ത് ചെയ്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്ന ഒരു സഹാബിക്ക് അള്ളാഹു കൊടുത്ത അംഗീകാരം ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ഇതിൻ്റെ ഒരു ഫിഖ് മസ്അല, അതായത് ദഈൻ്റെ വളർത്തു മകൻ്റെ ഭാര്യയെ അയാൾ തലാക്ക് ചെല്ലുകയാണെങ്കിൽ വിവാഹം ചെയ്യുന്നത് തെറ്റല്ല, അത് തെറ്റാണെന്ന ആചാരം ഇസ്ലാം ഇല്ലാതെയാക്കി. അതൊരു വിഷയമുണ്ട്. മറ്റൊന്ന്, ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായ കാര്യങ്ങൾ പ്രാവർത്തികമായി ചെയ്യലാണ് പറഞ്ഞു ചെയ്യുന്നതിനേക്കാളും അതിനെ ഇല്ലാതെയാക്കാൻ ആവശ്യം. അപ്പോൾ തലമുറകളായി അങ്ങനെ വളർത്തുപുത്രന്മാർ ബാപ്പി മോനുമാണ്, ആ മോൻ്റെ ഭാര്യനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അനാചാരമുണ്ടായിരുന്നല്ലോ, അള്ളാഹു തീരുമാനിക്കാത്ത ഒരാചാരം. ആ ദുരാചാരത്തെ നബി പറഞ്ഞ് ഖുർആനിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്ട് അള്ളാഹു ഇല്ലാതാക്കിയത്. ഇപ്പം മദ്യപാനത്തിനെ പറ്റിയൊക്കെ ഖുർആൻ പറഞ്ഞ് അതിനെ ജനങ്ങളാണ് മോചിപ്പിച്ചത്. പക്ഷേ ഇത് മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായതുകൊണ്ട് പറഞ്ഞിട്ടല്ല, പ്രവർത്തിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മുന്നിട്ടിറങ്ങിയാണ്ട് ചെയ്താൽ അതൊരുപാട് പറയുന്നതിനേക്കാളും നല്ലതാണ്. ഇത് നബിയാണ് ചെയ്തല്ലോ, ആ സൈനബിനാണ്ട് വിവാഹം ചെയ്തു. അപ്പോൾ പ്രാവർത്തികമായി അത് കാണിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളത് അംഗീകരിച്ചു. ഹജ്ജിന് വന്നപ്പോൾ നബി പിന്നെ ഉംറയ്ക്ക് വന്നപ്പോൾ ഹുദൈബിയ സന്ധിയിൽ ഉംറയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ഏതായിരുന്നാലും ഉംറയ്ക്ക് വലിയ കടക്കാൻ അയക്കണില്ല, നമ്മൾ തിരിച്ചു പോവുക, എല്ലാവരും മുടി എടുത്തോളി, മുടി കളഞ്ഞാളി, എന്നിട്ട് നമുക്ക് ബലികർമ്മം നടത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാം, അടുത്ത കൊല്ലം ഉംറയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സഹാബിമാർക്കാണത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. കഅബത്തേക്കാണ്ട് കടക്കാൻ ഓല് തടയുന്നുണ്ടെങ്കിൽ നമുക്കാണ് മരിക്കാം, യുദ്ധം ചെയ്ത് മരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞ് നബിയോട് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച്, ഷജറത്തുർ റിദ്വാൻ എന്ന് പറയുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സഹാബിമാർ വാക്ക് കൊടുത്തു, കൈയടിച്ചു, ബയ്യത്ത് ചെയ്തു, ഞങ്ങൾ ഉംറ ചെയ്തിട്ടേ പോവുള്ളൂ, അതിന് ഖുറൈശികൾ തടഞ്ഞാലാണ് മരിക്കും എന്ന് പറഞ്ഞ്. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം ഹറമിൽ വെച്ച് അങ്ങനെ ഒരു സംഘടന ഉണ്ടാകാൻ പാടില്ല എന്ന്. അതുകൊണ്ട് കൊല്ലം പോകണം എന്ന് പറഞ്ഞപ്പോൾ സാഹിബിമാരോട് പറഞ്ഞു മുടി കളയാൻ. കാരണം ഇഹ്റാമെന്ന് തഹല്ലുലാകണമല്ലോ, മുടി കളയാൻ വേണ്ടി വന്നു. പലരും മുടി കളയാതെ അങ്ങനെ ഇരുന്നു. എന്തപ്പോൾ എങ്ങനെയപ്പോൾ ഞാണ്ട് മുടി കളയാം, നമ്മളെ മരിച്ചാൽ മതിയല്ലോ, മരിച്ചൂടെ, എന്നാലും എന്തിനാപ്പം മുടി കളയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമായി. സാഹിബിമാരോട് കൂട്ടുവെക്കണില്ല എന്നറിയാലോ, സമ്മതിക്കണില്ല. അപ്പോൾ നബിയുടെ ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ തന്നെ മുസൽമാനല്ലാഹു തന്നെ കുറച്ച് വയസ്സും കാര്യമൊക്കെ ഉള്ള പക്വതയുള്ള നബി എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കലും മുസൽമാനോടാണ്. മുസൽമാൻ എന്താ നീ കാട്ടണ്, ഇവർക്ക് അവരെ കണ്ട് മനസ്സ് മാറണില്ലല്ലോ, ഇവരിവിടെ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബിയോട് നിങ്ങളാണ്ട് പരസ്യമായി മുടി കളഞ്ഞാളിയാണ്. അപ്പോൾ നബിയാണ് നീച്ചെന്നിട്ട് മുടിയാണ്ട് അദ്ദേഹത്തിൻ്റെ മുടി കളയുന്ന ശുരകനെ വിളിച്ചു വരുത്തി എൻ്റെ മുടിയൊന്ന് കളഞ്ഞാൽ എല്ലാവരും കാണെ നബിയാണ് മുടി കളഞ്ഞപ്പോൾ എല്ലാവരും തുടങ്ങും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ അതാണ് ചെയ്യും. അതാണ് ഇതിലുള്ള ഒരു പാഠെന്നാണ് പറയുന്നത്. പിന്നെ അന്ന താലീമൽ ഫിഅലി അബ്ലഗു മിന താലീമിൽ ഖൗലി, വാക്കുകൊണ്ട് പഠിപ്പിക്കുന്നതിനേക്കാളും ചെയ്തുകൊണ്ട് പഠിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബയോടുണ്ടായിരുന്ന ആ സ്നേഹം, അത് നബിയെ സ്നേഹം ഉണ്ടായിരുന്നു. ആ വിവാഹം ചെയ്യാന്നുള്ളത് നബിക്ക് തോന്നിയത് അവർ ഒരു നല്ല ഉമ്മുൽ മസാക്കീനാണ്, നല്ല ആബിദത്താണ്, സാഹിരത്താണ് എന്നുള്ളതാണല്ലോ. അത് നബിയുടെ മനസ്സിൽ ആ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ സെയ്ദിനെ കൊണ്ട് നബി തന്നെയുള്ള വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്ത്. സെയ്ദിന് പറ്റൂല എന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ
എനിക്ക് വിവാഹം ചെയ്യാന്നുള്ള മനസ്സിൽ ഒരു കാരുണ്യം അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യമാരുടെ നന്മയിൽ നമ്മൾ കരുണ ചെയ്യണം, നമ്മൾ അവരുടെ നന്മയിൽ നമ്മൾ ആഗ്രഹിക്കണം എന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ള പറഞ്ഞത് സൗവജനാക്ക എന്ന് പറയുന്നത് അള്ളയുള്ള പറഞ്ഞു, ഞാൻ എനിക്ക് അവളെ വിവാഹം ചെയ്തു തന്നു. അള്ള പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിലും അത് തുറന്ന് പറയണം എന്നത്. അതുപോലെ സെയ്ദ് വന്നിട്ട് നബിയോട് വിവാഹമോചനം നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ നബി വേണ്ട, അംസിക്ക് അലൈക്ക സൗജക്ക, ഭാര്യയാണ്, ഭാര്യനെ പിടിച്ചു വെച്ചോ, ഒരിക്കലും നീ ഒത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളോടൊരാൾ ഒരു ഉപദേശത്തിന് വന്നാൽ ഞാണ്ട് വിവാഹി കാളാന്നോ, വിവാഹത്തിൻ്റെ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലും നല്ല ഉപദേശമാണ് കൊടുക്കേണ്ടത്, നല്ല പോസിറ്റീവായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, ജനങ്ങളെയല്ല എന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഉമ്മുൽ മോമിനീൻ സൈനബയുടെ ആ പ്രാധാന്യം, അതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. വദുക്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കണം. വദുക്കുറുല്ലാ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അത് ഇമാം സായിദി പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ അള്ളാഹ് ഉണ്ടായിരിക്കണം. എന്തൊരു പ്രശ്നം വരുമ്പോഴും അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. മറ്റൊന്ന് അദ്കാറു സബാഹ് വൽ മസാഹ്, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും, ബാത്റൂമിൽ പോകുമ്പോൾ, വരുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, അവിടുന്ന് ഇറങ്ങുമ്പോൾ, യാത്ര പുറപ്പെടുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിലുള്ള ദിക്റുകൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറന്നു പോകരുത്. അതുപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ കൂടുതൽ ദിക്റുകൾ വർദ്ധിപ്പിക്കൽ, അള്ളാഹുവിൻ്റെ പിന്തുണയും സഹായവും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പല തീരുമാനങ്ങളും നന്നായി അള്ളാഹു തആല തീരുമാനിക്കുക. നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെയാവാൻ, നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതെയാവാൻ ദിക്റുകൾ നമുക്ക് വലിയ ശക്തി നൽകും, മനസ്സിന് ഉറപ്പ് നൽകും എന്നിങ്ങനെയൊക്കെ ഇതിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. ബുക്റത്തൻ, രാവിലെയും വ അസീല, വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്റ് ചെല്ലാനും പ്രത്യേകമായി ദിക്റ് ചെല്ലാനും അള്ളാഹു റസൂലുള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലുണ്ടായിരിക്കണം എന്നുകൂടി ഇതിൻ്റെ സമാപനത്തിൽ നബി പെട്ട ഒരു പ്രയാസവൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രയാസങ്ങളും, ജനങ്ങളുടെ പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ദിക്റുകൾ വലിയ ഫലമാണ് എന്നുകൂടി അള്ളാഹു ഇതിൽ പഠിപ്പിച്ചു. ഇതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹു അതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.